2026 മുതൽ നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ പാറശാല വരെ ഓടി നടന്ന് ബോധവൽക്കരണം നടത്തുന്ന ഒരു മനുഷ്യൻ. ബോധവൽക്കരണം എന്തിനെക്കുറിച്ചാണ്? പാമ്പ് കടികളെക്കുറിച്ച്. പാമ്പുകൾ വരാതിരിക്കാൻ ശ്രമിക്കുക, വന്നു കഴിഞ്ഞാൽ അത് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നല്ല അടച്ചുറപ്പുള്ള ടെറസിട്ട വീടാണ്, ഞാൻ ഈ വീടിനകത്ത് സുരക്ഷിതനാണ് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ വീടിൻ്റെ സൈഡിലോ പിന്നാമ്പുറത്തോ ഒന്നും തന്നെ കാട് കയറി കിടക്കുന്നില്ല, അതുപോലെ തന്നെ വിറകുകൾ അടുക്കി വെച്ചിട്ടില്ല, അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ പരിസരത്തോ എൻ്റെ വീടിനകത്തോ പാമ്പ് കയറുകയില്ല എന്നാണ് ചിന്തയെങ്കിൽ, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇങ്ങനെ ചിന്തിച്ച പലരുടെയും വീട്ടിൽ പാമ്പ് കടിയേറ്റ് 19 പേരാണ് മരിച്ചത്. പക്ഷെ എപ്പോഴും അദ്ദേഹം പറയുന്നത് ഈ കണക്കുകളെല്ലാം പച്ചക്കള്ളമാണെന്നാണ്. പറഞ്ഞു വരുന്നത് വാവ സുരേഷിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം രാത്രി വാവ സുരേഷിന് ഒരു ഫോൺ കോൾ വരികയാണ്. പാമ്പ് പിടിക്കാൻ വരണം എന്നുള്ള അഭ്യർത്ഥനയുമായിട്ടായിരിക്കും വാവ സുരേഷിന് വരുന്ന പകുതി മുക്കാൽ ഫോൺ കോളുകളും. എന്നാൽ വാവ സുരേഷിനെ തേടി ഒരു അച്ഛൻ്റെ അപേക്ഷയും അച്ഛൻ്റെ ആവശ്യവും ഒക്കെയാണ് വരുന്നത്. ആ ഫോൺ കോളിൽ മറ്റാരുമല്ലായിരുന്നു, ഇക്കഴിഞ്ഞ ദിവസം പാമ്പ് കടിയേറ്റു മരിച്ച 8 വയസ്സുകാരൻ്റെ പിതാവായിരുന്നു. അദ്ദേഹം പറയുന്നത്, എൻ്റെ മകൻ്റെ മൃതശരീരം വീട്ടിലേക്ക് എത്തിച്ചപ്പോഴും പാമ്പ് വന്നു, അതിനു മുൻപും പാമ്പ് വന്നു, ഇപ്പോഴും ഇതാ പാമ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. വീടിനകത്തും പുറത്തും ചുറ്റുപാടും ഒക്കെ തന്നെ നോക്കിയിട്ടും പാമ്പിൻ കുഞ്ഞുങ്ങളെ കാണുന്നില്ല. പക്ഷേ ഭീതിപ്പെടുത്താൻ ഇങ്ങനെ പാമ്പുകൾ വന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നു സുരേഷ് ഏട്ടാ, നിങ്ങൾ ഇവിടം വരെ ഒന്ന് വരണമെന്ന്. വാവ സുരേഷിന് ഗവൺമെന്റ് കൃത്യമായ അംഗീകാരം നൽകി അദ്ദേഹത്തിന് ഒരു ജോലി നൽകണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ ആ ആവശ്യം അവിടെ നിൽക്കുമ്പോഴും വാവ സുരേഷ് എന്ന വ്യക്തി സ്വമേധയാ ഇറങ്ങിത്തിരിക്കുകയാണ് പലരെയും സഹായിക്കാനായി. ഇന്നിപ്പോഴിതാ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മണിക്കൂറുകളിൽ പോലും ചിറയൻകീഴിൽ 10 വയസ്സുകാരനെ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടിട്ട് മണിക്കൂറുകൾ മാത്രമേ ആകുന്നുള്ളൂ. അതൊരു വീടാണ് എന്ന് പോലും പറയാൻ കഴിയില്ല. ആ ചെറ്റക്കുടിലിൽ അമ്മുമ്മയുടെയും സഹോദരിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം കിടന്നുറങ്ങിയ 8 വയസ്സുകാരനാണ് പാമ്പ് കടിയേറ്റത്. എന്തോ അമ്മ എന്നെ കടിച്ചു എന്നാണ് ആ കുഞ്ഞു പറഞ്ഞത്. പിന്നീടാണത് പാമ്പാണ് എന്ന് മനസ്സിലാവുകയും കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം വീട്ടുപരിസരം ഒന്ന് പരിശോധിച്ചപ്പോൾ അവിടെ മൂർഖൻ പാമ്പിനെ കാണാനിടയാവുകയും ചെയ്തു. വാവ സുരേഷ് അക്ഷരാർത്ഥത്തിൽ ദേഷ്യപ്പെട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടത്. കാരണം അദ്ദേഹം പറയുന്നത് 2006 മുതൽ ഞാൻ ബോധവൽക്കരണം നടത്തുന്നുണ്ട്, ആരും പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴായി ഞാൻ പറയുന്നുണ്ട്, വിറകുകൾ നിങ്ങൾ അടുക്കി പറക്കി വെക്കുന്നത് ഒരു കാരണവശാലും വീടിന് ജനാലയ്ക്ക് ചേർന്നാകരുത്. ഇപ്പോൾ പലരും ചൂട് കാരണം തറയിലാണ് കിടന്നുറങ്ങുന്നത്. തറയിൽ പെട്ടെന്ന് തന്നെ ഇഴജന്തുക്കൾ വന്നു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് പാമ്പുകൾ കുട്ടിയിട്ട് തുടങ്ങുന്ന കാലഘട്ടമാണ്. അടുത്ത മാസം ഇതിനേക്കാൾ കൂടുതൽ പാമ്പുകൾ ഒരു പക്ഷേ വരാം. കാരണം മൂർഖന്റെ മുട്ട വിരിയുന്നത് അടുത്ത മാസക്കാലത്താണ്. അതുകൊണ്ട് തന്നെ ഈ മാസങ്ങളൊക്കെ തന്നെ നമ്മൾ കൂടുതലും പൂർണ്ണമായും ശ്രദ്ധാലുവായിരിക്കണം എന്നുള്ളതാണ്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്പം ഉയർന്ന സ്ഥലത്തായിരിക്കണം. കാരണം ചൂട് ഉള്ളതുകൊണ്ട് തന്നെ തണുപ്പ് എവിടെയൊക്കെയാണ് ഉള്ളത് അവിടം പറ്റി നിൽക്കാനാണ് ഈ പാമ്പുകൾ എപ്പോഴും ശ്രമിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ 8 വയസ്സുകാരൻ മരിച്ചത് ഈർപ്പമുള്ള വീടായിരിക്കണം, തലയിണയ്ക്കകത്താണ് പാമ്പിനെ കാണാനിടയായത്. എന്തായാലും ഇത്തരത്തിൽ നമ്മളുടെ വീട്ടിലൊന്നും സംഭവിക്കില്ല, നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ ഏറ്റവും സുരക്ഷിതമായ ഇടത്ത് തന്നെ പാമ്പിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. വാവ സുരേഷിനെ നേരത്തെ പറഞ്ഞ പോലെ അസ്വസ്ഥനാണ്. അദ്ദേഹം പറയുന്നത് ആരും പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ വീട്ടിൽ സംഭവിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളമാണ് എന്ന് ജനം മനസ്സിലാക്കുകയുള്ളൂ എന്ന്. മാത്രമല്ല, ഇന്നത്തെ ഏറ്റവും ഒടുവിൽ ചിറയൻകീഴിൽ സംഭവിച്ച ഈ ഒരു ദുരിതത്തിൽ പലരും പല രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിദാരിദ്ര്യമില്ലാത്ത നമ്മുടെ കേരളത്തിൽ ഒരു വീട് എന്ന് പറയാൻ ഒരു കുടില് പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു നല്ല തറ പോലും ഇല്ലാത്ത കുടുംബം നമ്മുടെ ചിറയൻകീഴിൽ ഉണ്ടായിട്ട് പോലും, അതായത് ഭരണശിലാ കേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ ഉണ്ടായിട്ട് പോലും അവർ കണ്ടില്ല എന്നടിച്ചത് ആദ്യത്തെ അനാസ്ഥ. 2, ഈ കുഞ്ഞിന് അപകടം പറ്റി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആദ്യ മണിക്കൂറിൽ ആന്റിവെനം കൊടുക്കാതെ കുഞ്ഞിനെ കളിയാക്കി, ഇതെന്താ മൂങ്ങ കൊത്തിയതാണോ എന്ന് പോലും കളിയാക്കി ചോദിച്ച ചിറയൻകീഴ് ആശുപത്രിയിലെ ജീവനക്കാർ. നമുക്കതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി പരിശോധിക്കാം. അതിനു മുൻപ് ഈ ഒരു ഘട്ടത്തിൽ
വാവാ സുരേഷിന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. പക്ഷികൾക്ക് വെള്ളം വെക്കുന്നത് നിർബന്ധമായിട്ട് ഒഴിവാക്കുക. താമര വളർത്തുന്ന ആൾക്കാർ ചെറിയ ചരുവത്തിലും ബക്കറ്റിലും ഒക്കെ താമര വെക്കുന്ന ഒരു വിനോദമുണ്ട് വീട്ടിന്റെ മുറ്റത്ത്. അത് നിർബന്ധമായിട്ട് ഹൈറ്റ് ചെയ്ത് ഒരു 5 അടിയെങ്കിലും ഹൈറ്റ് ചെയ്ത് വല്ല സ്റ്റാൻഡിൽ വെക്കാൻ ശ്രമിക്കണം. അതുപോലെ ഫിഷ് ടാങ്കുകൾ, പല സ്ഥലത്തും ഫിഷ് ടാങ്കുകൾ തറയിൽ കുഴിയുണ്ടാക്കിയിട്ട് തറയുടെ മട്ടമാണ് ചില സ്ഥലത്ത് ഫിഷ് ടാങ്ക് വെച്ചിരിക്കുന്നത്. അത് വെള്ളം കിടക്കുന്നതുകൊണ്ട് പാമ്പുകൾക്ക് വെള്ളം ചൂട് കൂടുമ്പോൾ അനിവാര്യമാണ്. അപ്പോൾ ഇവയൊക്കെ ഇവിടെ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ പല സ്ഥലത്തും വീടുകളിൽ കാണുന്നത് ഫുഡിന്റെ വേസ്റ്റ് ഏതെങ്കിലും ഒരു മൂലക്കിടുക. ആ മൂലക്കിടുന്ന സമയത്ത് അടുത്ത പറമ്പിൽ നിന്ന് ഫുഡ് തേടി വരികയും ആ എലിയുടെ ഗന്ധം തിരിച്ചറിഞ്ഞുകൊണ്ട് പാമ്പുകൾ നമ്മുടെ വീടിന്റെ പരിസരത്ത് വരികയും ആ എലിയെ പിടിച്ചതിന് ശേഷം ആ എലിമാളത്തിൽ സ്റ്റേ ആവാനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്കറിയാം ഇപ്പൊ അണലിയുടെ പ്രസവം ഇപ്പൊ അടുത്ത മാസം കൂടെ ആകുമ്പോൾ കഴിയാൻ പോവുകയാണ്. അടുത്ത മാസം പകുതിയൊക്കെ ആകുമ്പോൾ കഴിയും. മൂർഖൻ പാമ്പിന്റെ മുട്ട വിരിഞ്ഞ് പകുതിയോളായിട്ടുണ്ട്. ഈ മാസം ലാസ്റ്റ് അടുത്ത മാസം ആകുമ്പോൾ അത് കഴിയും. അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അഡ്വക്കേറ്റ് പഴയ കോൺഗ്രസിന്റെ മോഹൻകുമാർ സാറിന്റെ വീട്ടിൽ നിന്ന് 17 മൂർഖൻ പാമ്പിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ 2-3 ദിവസം മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. പേയാട് ഒരു വീട്ടിൽ ബാത്റൂമിനകത്തുനിന്ന്